ക്വിസ് 2024 പഠന ഭാഗമായ പ്രഭാഷകന്റെ പുസ്തകം അധ്യായം 36. ചോദ്യം 1. ഞങ്ങളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ എന്ന് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് ആരോട്? ഉത്തരം: എല്ലാറ്റിന്റെയും ദൈവമായ കർത്താവിനോട്. ചോദ്യം 2. ആര് അങ്ങയെ ഭയപ്പെടാൻ ഇടയാക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്? ഉത്തരം: എല്ലാ ജനതകളും. ചോദ്യം 3. ആർക്കെതിരെ അങ്ങ് കരമുയർത്തണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത്? ഉത്തരം: അന്യജനതകൾക്കെതിരെ. ചോദ്യം 4. അന്യജനതകൾ എന്ത് ദർശിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം: അവിടുത്തെ ശക്തി. ചോദ്യം 5. എന്തിന് ഇടയാക്കണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത്? ഉത്തരം: ഞങ്ങളുടെ മുൻപിൽ അവർ അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ. ചോദ്യം 6. എന്തുപോലെ അവർ ഞങ്ങളുടെ മുൻപിൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത്? ഉത്തരം: അവരുടെ മുൻപിൽ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നത് പോലെ. ചോദ്യം 7. അവർ എന്ത് മനസ്സിലാക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം: അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന്. ചോദ്യം 8. എപ്രകാരം അവരും അങ്ങയെ അറിയുകയും ചെയ്യട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം: ഞങ്ങൾ അങ്ങയെ അറിഞ്ഞതുപോലെ. ചോദ്യം 9. എപ്രകാരം അങ്ങയുടെ കരബലം വീണ്ടും പ്രകടമാക്കണമേ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം: അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച്. ചോദ്യം 10. എന്ത് വർഷിച്ച് ശത്രുവിനെ നിശേഷം നശിപ്പിക്കണമെന്ന് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത്? ഉത്തരം: ക്രോധം. ചോദ്യം 11. എപ്രകാരം ക്രോധം വർഷിച്ച ശത്രുവിനെ നിശേഷം നശിപ്പിക്കണമെന്ന് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത്? ഉത്തരം: കോപത്തെ ഉണർത്തി. ചോദ്യം 12. എന്തനുസ്മരിച്ച് അങ്ങ് കാലത്തെ ത്വരിപ്പിക്കണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത്? ഉത്തരം: വാഗ്ദാനം. ചോദ്യം 13. ജനം എന്ത് പ്രകീർത്തിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത്? ഉത്തരം: അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ. ചോദ്യം 14. ആര് അങ്ങയുടെ കോപാഗ്നിയിൽ ദഹിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം: അവശേഷിക്കുന്നവൻ. ചോദ്യം 15. ആര് നാശമടയുകയും ചെയ്യട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം: അവിടുത്തെ ജനത്തെ ദ്രോഹിക്കുന്നവർ. ചോദ്യം 16. ആരുടെ തല തകർക്കണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത്? ഉത്തരം: ശത്രു രാജാക്കന്മാരുടെ. ചോദ്യം 17. എന്ത് ജൽപ്പിക്കുന്ന ശത്രു രാജാക്കന്മാരുടെ തല തകർക്കണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത്? ഉത്തരം: ഞങ്ങൾക്ക് തുല്യം മറ്റാരുമില്ലെന്ന്. ചോദ്യം 18. ആരുടെ ഗോത്രങ്ങളെ ഒരുമിച്ച് കൂട്ടണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത്? ഉത്തരം: യാക്കോബിന്റെ. ചോദ്യം 20. എപ്രകാരം വിളിക്കപ്പെട്ട ജനത്തിന്റെ മേൽ കരുണയുണ്ടാകണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത്? ഉത്തരം: അങ്ങയുടെ നാമത്തിൽ വിളിക്കപ്പെട്ട. ചോദ്യം 21. അങ്ങയുടെ നാമത്തിൽ വിളിക്കപ്പെട്ട ജനത്തെ അങ്ങ് എപ്രകാരം പരിഗണിച്ചു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം: ആദ്യജാതനെ പോലെ. ചോദ്യം 21. ആദ്യജാതനെ പോലെ കർത്താവ് പരിഗണിച്ചു എന്ന് പറയുന്ന സമൂഹം ഏത്? ഉത്തരം: ഇസ്രായേൽ. ചോദ്യം 22. എന്ത് സ്ഥിതി ചെയ്യുന്ന നഗരത്തോട് കരുണ തോന്നണമേ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം: അങ്ങയുടെ വിശുദ്ധ മന്ദിരം. ചോദ്യം 23. കർത്താവിന്റെ വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം: ജെറുസലേം. ചോദ്യം 24. അങ്ങയുടെ അത്ഭുത പ്രവർത്തികളുടെ ഘോഷം കൊണ്ട് ആരെ നിറയ്ക്കണമേ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം: സിയോനെ. ചോദ്യം 25. അങ്ങയുടെ മഹത്വം കൊണ്ട് ആരെ നിറയ്ക്കണമേ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം: അങ്ങയുടെ ആലയത്തെ. ചോദ്യം 26. ആർക്ക് സാക്ഷ്യം നൽകണമേ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം: അങ്ങയുടെ ആദ്യ സൃഷ്ടികൾക്ക്. ചോദ്യം 27. ഏത് പ്രവചനങ്ങൾ പൂർത്തിയാക്കണമേ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം: അങ്ങയുടെ നാമത്തിൽ അരുളി ചെയ്യപ്പെട്ട. ചോദ്യം 28. ആർക്ക് പ്രതിഫലം നൽകണമേ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം: അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക്.
ചോദ്യം 29. ആരുടെ വിശ്വാസ്യത തെളിയട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം: അങ്ങയുടെ പ്രവാചകന്മാരുടെ. ചോദ്യം 30. ആരുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം: അങ്ങയുടെ ദാസരുടെ. ചോദ്യം 31. ആരുടെ അനുഗ്രഹത്തിനൊത്ത് അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം: അഹറോൻ. ചോദ്യം 32. അഹറോൻ ആർക്ക് നൽകിയ അനുഗ്രഹത്തിനൊത്ത് അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം: അങ്ങയുടെ ജനത്തിന്. ചോദ്യം 33. അങ്ങാണ് ആരെന്ന് ഭൂമിയിലുള്ള സകല ജനതകളും അറിയട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം: യുഗങ്ങളുടെ ദൈവമായ കർത്താവെന്ന്. ചോദ്യം 34. എന്ത് തിരഞ്ഞെടുക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം: ശ്രേഷ്ഠമായത്. ചോദ്യം 35. നാവ് രുചി കൊണ്ട് തിരിച്ചറിയുന്നത് എന്ത്? ഉത്തരം: ഇറച്ചി. ചോദ്യം 36. നാവ് രുചി കൊണ്ട് ഇറച്ചി തിരിച്ചറിയുന്നത് പോലെ വ്യാജവാക്ക് തിരിച്ചറിയുന്നത് ആര്? ഉത്തരം: സൂക്ഷ്മബുദ്ധി. ചോദ്യം 37. ദുഃഖം വിതയ്ക്കുന്നത് ആര്? ഉത്തരം: കുടിലബുദ്ധി. ചോദ്യം 38. കുടിലബുദ്ധി വിതയ്ക്കുന്ന ദുഃഖത്തിന് പകരം വീട്ടുന്നത് ആര്? ഉത്തരം: അനുഭവസമ്പന്നൻ. ചോദ്യം 39. ഏതു പുരുഷനെയും സ്വീകരിക്കുന്നത് ആര്? ഉത്തരം: സ്ത്രീ. ചോദ്യം 40. പുരുഷൻ അനുരൂപിണികളായി പരിഗണിക്കുകയില്ലാത്തത് ആരെ? ഉത്തരം: എല്ലാ സ്ത്രീകളെയും. ചോദ്യം 41. പുരുഷനെ സന്തുഷ്ടനാക്കുന്നത് എന്ത്? ഉത്തരം: സ്ത്രീയുടെ സൗന്ദര്യം. ചോദ്യം 42. മറ്റെല്ലാ ആഗ്രഹങ്ങൾക്കും ഉപരിയായിട്ടുള്ളത് എന്ത്? ഉത്തരം: സ്ത്രീയുടെ സൗന്ദര്യം. ചോദ്യം 43. ഒരു സ്ത്രീയുടെ ഭർത്താവ് മറ്റുള്ളവരെക്കാൾ ഭാഗ്യവാനാകുന്നത് എപ്പോൾ? ഉത്തരം: അവളുടെ ഭാഷണം വിനയവും സൗമ്യതയും നിറഞ്ഞതാണെങ്കിൽ. ചോദ്യം 44. പുരുഷന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? ഉത്തരം: ഭാര്യ. ചോദ്യം 45. സമ്പത്തിന് പുറമെ ഭാര്യ പുരുഷന്റെ എന്തെല്ലാമാണെന്നാണ് പറയുന്നത്? ഉത്തരം: തുണയും താങ്ങും. ചോദ്യം 46. എന്ത് കൊള്ള ചെയ്യപ്പെടും എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം: വേലി ഇല്ലാത്ത വസ്തു. ചോദ്യം 47. ആരാണ് നെടുവീർപ്പിട്ടുകൊണ്ട് അലഞ്ഞു നടക്കുക? ഉത്തരം: ഭാര്യയില്ലാത്തവൻ. ചോദ്യം 48. ആരെ പറ്റിയാണ് ആര് വിശ്വസിക്കും എന്ന് പ്രഭാഷകൻ ആദ്യം ചോദിക്കുന്നത്? ഉത്തരം: നഗരം തോറും ചുറ്റി നടക്കുന്ന കൊള്ളക്കാരനെ. ചോദ്യം 49. ആരെ പറ്റിയാണ് ആര് വിശ്വസിക്കും എന്ന് പ്രഭാഷകൻ രണ്ടാമതായി ചോദിക്കുന്നത്? ഉത്തരം: വീടില്ലാതെ അലഞ്ഞു നടക്കുകയും എത്തുന്നിടത്ത് അന്തിയുറങ്ങുകയും ചെയ്യുന്നവനെ. നിങ്ങൾക്കായുള്ള ഇന്നത്തെ ചോദ്യം: ഏത് ഭക്ഷണവും സ്വീകരിക്കുന്നത് എന്ത്? നിങ്ങളുടെ ഉത്തരം കമന്റായി രേഖപ്പെടുത്തുക.